അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ, എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ, എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ, എൻ പുണ്യം നീയേ. അമ്മേ മരിയേ, എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ, എൻ പുണ്യം നീയേ. ഒരല്പനേരം കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓർമ്മിക്കാം. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് പുറത്തുണ്ട്, നമ്മുടെ കൂടെയുള്ളവരിലുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ളതാണ്. മാമോദീസായും മറ്റു കൂദാശകളൊക്കെ വഴി നമ്മൾ ത്രിത്വൈക ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കുകയാണ്. പിതാവ് നമ്മിൽ വസിക്കുന്നു, പുത്രൻ നമ്മിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ആ ഒരു വികാരത്തിലേക്ക് വളർന്നു വരാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ സമയം പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇറങ്ങി വരണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പിതാവായ ദൈവമേ, ഈ സമയം ഞങ്ങളോടുകൂടെ ആയിരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളോടൊപ്പം അങ്ങായിരിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ, ഇന്നിവിടെ ഈ മരിയൻ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കാനും ആ വചനമനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകാനും വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവിടെ ജീവിതത്തെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് കൂടുതലായിട്ട് നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എല്ലാം അവരിലേക്ക് ധാരാളമായി ഒഴിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വരങ്ങളായ സ്നേഹം, ദയ, കാരുണ്യം, ക്ഷമ, സമാധാനം, ആനന്ദം ഇവയെല്ലാം ഇവരിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇവരെവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ ജ്വാലയാകാൻ, കാരുണ്യത്തിൻ്റെ ജ്വാലയാകാൻ, ക്ഷമയുടെ ജ്വാലയാകാൻ, സമാധാനത്തിൻ്റെ സന്ദേശകരാകാൻ, ആനന്ദത്തിൻ്റെ ജീവിതം നയിക്കാൻ എല്ലാത്തിനും ഇവരനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് നൽകുമെന്ന് അങ്ങ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ ചോദിച്ച ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാ മക്കൾക്കും അങ്ങ് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 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 ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. നിങ്ങൾക്ക് ഞാൻ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. പാട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം,
നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സ് നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം അറിയില്ലേ? ആ പാട്. എന്നീശോദൻ നാമം കാതിൽ, എന്നീശോദൻ നാമം കണ്ണിൽ, ഈശോദൻ രൂപം നെഞ്ചിൽ, ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ഒന്നെല്ലാവരും കൂടെ ഒന്ന് പാടിയാൻ. നാവിൽ എന്നീശോദൻ നാദം, കാതിൽ എന്നീശോദൻ നാമം, കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ, ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ഈ മരിയൻ കൺവെൻഷനിൽ വന്നിരിക്കുന്ന നിങ്ങളെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവല നിറഞ്ഞവളെ പോലെ നിറഞ്ഞതുപോലെ നിങ്ങളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് വഴി ആത്മാവിനെ കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും ആവശ്യമായിട്ട് അതാണ്. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുക, വചനത്താൽ അഭിഷേകം ചെയ്യപ്പെടുക. അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് ഈ കൺവെൻഷനിൽ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ വചനപ്രഘോഷണം കേട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടുണ്ടെന്ന്, കുറച്ചുകൂടി മനുഷ്യരോട് കൂടുതൽ അടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ ധ്യാനത്തിൻ്റെയും ലക്ഷ്യം ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്, മനുഷ്യരിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് വഴി ഒരു ഡിഗ്രിയെങ്കിലും ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഡിഗ്രിയെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് നമ്മൾ കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ ആ ധ്യാനം ഏറ്റവും സുന്ദരമായി, ഏറ്റവും മനോഹരമായിട്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് വഴി അല്പം കൂടി നിന്നോട് കൂടുതൽ അടുക്കുവാൻ, അല്പം കൂടി എൻ്റെ കൂടെ ജീവിക്കുന്നവരോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ കൂടെ ജീവിക്കുന്ന സിസ്റ്റേഴ്സിനോട് എല്ലാം സൗമ്യമായി സ്നേഹമായി ഒക്കെ പെരുമാറാനുള്ള വരം നൽകണമേ എന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ, ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ കോൺവെന്റിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സംസാരമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഓ, എൻ്റെ ഭർത്താവിനൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഓ, ഈ സിസ്റ്റർ എന്താ പറ്റിയത്, ആകെ ആത്മാവ് കയറിയിട്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയും. കുറച്ച് ദിവസമെങ്കിലും അങ്ങനെ വേണം, എന്നാലേ ഈ ധ്യാന സെന്ററിന് ഒരു വിലയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പറയും, വന്നിരിക്കുന്നവള് ധ്യാനത്തിന് പോയിട്ട് ഇവളുടെ സ്വഭാവത്തിലൊരു മാറ്റമില്ല, അല്ലെങ്കിൽ ഇയാളിതേ പോയിട്ട് വന്നിരിക്കുന്നു, ഒച്ചയും ബഹളവും എല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യമായിട്ട് സ്നേഹത്തോടുകൂടി മറ്റുള്ളവരുമായിട്ട് ഇടപെടുക. അതൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വഴി സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാ പറയുന്നത്. കൊച്ചു കാര്യങ്ങൾ മദർ തെരേസ പറഞ്ഞതുപോലെ ഏറ്റവും സ്നേഹത്തോടുകൂടി ചെയ്യാൻ പഠിക്കുക. അതാണ് ധ്യാനം.
കുറെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ പെരുമാറ്റ ശൈലിയിൽ, നമ്മുടെ സംസാര ശൈലിയിൽ മാറ്റം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു പുതിയ ഹൃദയം തരുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ ദൈവം പറയുകയുണ്ടായി. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, നിങ്ങളേക്ക് ആത്മാവിനെ വർഷിക്കപ്പെടും. അതാണ് നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിയൻ കൺവെൻഷനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് ഒരു തീർത്ഥാടനമാണ്, വിശ്വാസത്തിന്റെ തീർത്ഥാടനം, എ പിൽഗ്രിമേജ് ഓഫ് ഫെയ്ത്ത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഒരു ടോക്ക് നൽകി, ഹോമിലി പ്രസംഗം നൽകി. അത് നമ്മുടെ 5 വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. ഒക്ടോബർ മാസം 13-ാം തീയതി വത്തിക്കാനിൽ വെച്ച് 5 പേര് നമ്മുടെ നാട്ടുകാരിയായ മറിയം ത്രേസ്യയെയും വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. എൻ്റെ നാട്ടുകാരിയാണ്, ഞാൻ മാളക്കാരനാണ്. മാളയിൽ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളൂ ഈ പുത്തഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. ഈ പുത്തഞ്ചിറ എന്ന് പറയുന്ന മങ്കിടിയാൻ മുക്കെന്നൊക്കെ പറയും ഒരു സ്ഥലമുണ്ട്. അവിടെ എൻ്റെ അമ്മയുടെ വീട്, അല്ല അമ്മയുടെ അമ്മ വീട് അവിടെയാണ്. അപ്പം ചെറുപ്പത്തിലേക്ക് അവിടെ ഈ അമ്മയുടെ അമ്മ വീട്ടിലൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ട്, ഇപ്പോഴും വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പം മറിയം ത്രേസ്യയുമായിട്ട് നല്ല കണക്ഷനുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ഈ മറിയം ത്രേസ്യ വിശുദ്ധ ആ സമയത്ത് മാർപ്പാപ്പ പറഞ്ഞത് വിശ്വാസത്തിന്റെ തീർത്ഥാടനം. എന്നിട്ട് അതിനടുത്ത സുവിശേഷ ഭാഗം എന്താണെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങൾ. ലൂക്ക എന്ന് പറഞ്ഞാൽ 17, 11, 19 എന്താണെന്നറിയാമോ ആർക്കെങ്കിലും? 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. അതിന്റെ അവസാനം കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Your faith has saved you. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളോടും കർത്താവ് പറയണം, വിശ്വാസത്തിന് തീർത്ഥാടനം നടത്തി കഴിയുമ്പോൾ നിങ്ങളോടും കർത്താവ് പറയണം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞത് ഈ സംഭവം എടുത്തിട്ട് 3 കാര്യങ്ങൾ മാർപ്പാപ്പ പറയുകയുണ്ടായി. ഒന്നാമത്തേത്, ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. Cry aloud and pray. ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞത്, ഒരുമിച്ച് നടക്കുക, കൂടെ നടക്കുക. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞത്, ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുവാൻ പഠിക്കുക. ഇപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ധ്യാനത്തിന്റെ ലക്ഷ്യം തന്നെയാണ് എ പിൽഗ്രിമേജ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ തീർത്ഥാടനമാണ്. ആ വിശ്വാസത്തിന്റെ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന 3 കാര്യങ്ങൾ: 1, നിലവിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുക; 2, ഒരുമിച്ച് നടക്കുക, കൂടെ നടക്കുക; 3, ഹൃദയപൂർവം നന്ദി. അവൾ ഇവിടുന്ന് പോകുമ്പോൾ അത് ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇനി അതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം. ഇത് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനും വന്നിരിക്കുന്നത്. എന്നാലും ഈ ധ്യാനം ഒരു തീർത്ഥാടനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിവരം നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത്, ക്രൈ അലൗഡ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മാർപ്പാപ്പ പറയാണ്, പ്രാർത്ഥന
സ്വർഗത്തിന്റെ വാതിലും ഹൃദയത്തിന്റെ മരുന്നുമാണെന്നാണ്. പ്രാർത്ഥന സ്വർഗത്തിന്റെ വാതിലും ഹൃദയത്തിന്റെ മരുന്നുമാണ്. പ്രാർത്ഥിക്കുന്നത് വഴി സ്വർഗം തുറക്കപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഉറവിടങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. പ്രാർത്ഥന എപ്പോഴും വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ മാർപ്പാപ്പ പറയാണ്, ദുഃഖങ്ങൾ ഒളിച്ചു വെക്കുവാനുള്ളതല്ല, മറിച്ച് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ആ കുഷ്ഠരോഗികള് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഞങ്ങളിൽ കനിയണമേ എന്ന്. ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് യേശുവിന്റെ അടുക്കൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഷ്ഠരോഗികളുടെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നും സ്ഥിതി വലിയ മാറ്റമൊന്നുമില്ലാത്ത അവസ്ഥ തന്നെയാണ്. അന്ന് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് സെമിത്തേരികളിലാണ്. മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് വരാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവരെ അയിത്തം പ്രഖ്യാപിച്ചിരുന്നു. സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ട അവരാണ്. അവർക്ക് എവിടെ പോകാനാണ് പ്രിയപ്പെട്ടവരെ? പോകാൻ ഒരിടം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ അടുക്കലേക്ക്. അപ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് കരുതുമ്പോൾ, എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് മനസ്സിലാകുമ്പോൾ, നമുക്ക് കയറിപ്പറ്റാൻ പറ്റുന്ന ഒരു അത്താണിയേ ഉള്ളൂ, അത് ദൈവമാണ്. ആ ദൈവത്തെ കരഞ്ഞ് നിലവിളിച്ച് ഉറക്കെ നിലവിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ എന്നിൽ ഞങ്ങളിൽ കനിയണമേ. ആ പ്രാർത്ഥന കേൾക്കും. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് കരയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരിക്കും. രോഗങ്ങളാൽ വലയുന്നവരുണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കാം, പഠിക്കാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, കുടുംബ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വന്നിരിക്കുന്ന ചില പിഴവുകൾ മാറ്റാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കാനുള്ള ശക്തി നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പലതരത്തിലുള്ള ബന്ധനങ്ങളോട് നിങ്ങൾ വീണ് കിടക്കുകയായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തോട് എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് ഒരുമിച്ച് നടക്കുക, കൂടെ നടക്കുക. 10 കുഷ്ഠരോഗികൾ ഒറ്റയ്ക്കല്ല യേശുവിന്റെ അടുക്കൽ പോയത്, അവരൊരുമിച്ചാണ്. മാർപ്പാപ്പ പറയാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന് തീർത്ഥാടനം എപ്പോഴും ഒരുമിച്ചാണ്. ഇപ്പൊ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടെ നടക്കാൻ നമ്മൾ പഠിക്കുകയാണ്. മൂന്നാമതായിട്ട് നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങൾക്കറിയാം, 10 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പക്ഷെ തിരിച്ചു വന്നത് ഒരാൾ മാത്രമാണ്. ആ പോയ 10 പേരിൽ പെടുന്നവരാണോ നമ്മൾ?
അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന ആ സമരിയക്കാരനായ കുഷ്ഠരോഗിയെ പോലെയാണോ? പലപ്പോഴും ദൈവം നൽകുന്നതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണെന്ന്. നന്ദി പറയാറില്ല. കാരണം ഇതൊക്കെ ഞാൻ പഠിച്ച്, ഞാൻ ജോലി ചെയ്ത്, ഞാൻ സമ്പാദിച്ചതാണ്. പക്ഷെ ഒന്നോർക്കണം, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മൾ ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുവാൻ പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചുണ്ടയിൽ ഞാൻ മേപ്പാടിയിൽ നിന്ന് പോരുന്ന വഴിക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ കൊന്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ട് അമ്മമാരെൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ കുഞ്ഞുങ്ങളെടുത്ത് ചിലരൊക്കെ എടുത്തു, ചിലർ നെറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഇങ്ങനെ അമ്മമാര് കുറേ പേര് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോരാൻ വേണ്ടി വാതിൽക്കൽ വന്നപ്പോൾ ഒരു പിള്ളത്തൊട്ടില് ഒരു കുഞ്ഞിനെയും കെടുത്തി ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. അവൻ ഓടിയ വരുന്നത്. ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് അവൻ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് ആശീർവദിക്കണമെന്ന്. ഒരു കുഞ്ഞാണ്, ജനിച്ചിട്ട് 7 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പിള്ളത്തൊട്ടില്, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാ, അത്ര എടുക്കാൻ പോലും ഇല്ല. എന്നിട്ട് ഞാനിങ്ങനെ ആ പിള്ളത്തൊട്ടിലെടുത്തു. എന്നിട്ട് കുറച്ചു നേരം കയ്യിൽ പിടിച്ചു. എന്നിട്ട് അയാൾ വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പിതാവേ, 14 വർഷമായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാനമാണ്. വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി, കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. ഇതാ ഈ ദേവാലയത്തിൽ വന്ന് കുറച്ചു നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ നിന്നും വിശുദ്ധ യൂദാ തദേവൂസ് വഴിയായിട്ട് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചു. ഞാൻ ആസ്പത്രിയിൽ നിന്നും വരുന്ന വഴിയാണ് ഞാനും എൻ്റെ ഭാര്യയെ കാണിച്ചു തന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി യൂദാ തദേവൂസിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. മാത്രമല്ല ദൈവത്തിന് കാഴ്ചവെക്കാനും കൂടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നെന്ന് പറയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറഞ്ഞതെന്നറിയാമോ? നന്ദിയുടെ ഒരു ഹൃദയമുള്ളവനാണ് ആ മനുഷ്യൻ. ഓർക്കണം, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അതുകൊണ്ടാണ് ആസ്പത്രിയിൽ നിന്ന് പോരുന്ന വഴി തന്നെ അവൻ പള്ളിയിൽ കയറി ദൈവത്തോടും തന്നെ സഹായിച്ച വിശുദ്ധരോടും നന്ദി പറയാൻ വേണ്ടി അവിടേക്ക് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കുമോ? മറക്കില്ല. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു തീർത്ഥാടനമാണ്. ആ തീർത്ഥാടനത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 സ്റ്റെപ്സ് ആണ് ഞാൻ പറഞ്ഞത്. ആ സ്റ്റെപ്സ് ആണ്: ഉറക്കെ കരയുക, നിലവിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് നടക്കുക, കൂടെ നടക്കുക, നന്ദി പ്രകാശിപ്പിക്കുക ഹൃദയപൂർവ്വം.